ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഭാഗമാണ് മറിയാന ട്രഞ്ച്. പസഫിക് സമുദ്രത്തിന്റെ തെക്കേ അറ്റത്തായാണ് ഈ സമുദ്രഗർത്തം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രങ്ങൾക്ക് അടിത്തട്ടുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ അടിത്തട്ടിനും താഴെയായാണ് മറിയാന ട്രഞ്ച് എന്ന സമുദ്രഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ആഴമേറിയ ഒരു രഹസ്യ ലോകമാണ് സമുദ്രമെങ്കിൽ അതിനുള്ളിലെ മറ്റൊരു മഹാത്ഭുതമാണ് മറിയാന ട്രഞ്ച്. സമുദ്രതടത്തിനും കിലോമീറ്ററുകൾക്കും താഴെയായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഈ അഗാധ ഗർത്തത്തെ അഥവാ വിള്ളലിനെ ഫോർത്ത് പോൾ എന്നും ശാസ്ത്രജ്ഞർ വിശേഷിപ്പിക്കുന്നുണ്ട്. ജപ്പാൻ, ഫിലിപ്പീൻസ്, പാപ്പുവ ന്യൂ ഗിനിയ എന്നീ രാജ്യങ്ങൾക്കിടയിൽ പസഫിക് സമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്ന മറിയാന ട്രഞ്ച് എന്ന സമുദ്രക്കിടങ്ങിൽ അത്ഭുതങ്ങളുടെ വലിയൊരു നിരയെ തന്നെ കാണാനാവും. 2.5 കിലോമീറ്ററിലധികം ഉയരം വരുന്ന 4 കൊടുമുടികളും ഈ സമുദ്രഗർത്തത്തിന്റെ ഭാഗമായി തന്നെ നിലനിന്നും വരുന്നു. കടലിന്റെ അടിത്തട്ടിനും താഴെയായി സ്ഥിതി ചെയ്യുന്ന ഈ വിള്ളലിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്നതിനായി ഇതിനെ എവറസ്റ്റിന്റെ ഉയരമായി ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ മതിയാവും. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയായ എവറസ്റ്റിനെ മറിയാന ട്രഞ്ചിലേക്ക് ഇറക്കി വെച്ചു എന്നിരിക്കട്ടെ. 29,039 അടി പൊക്കത്തിലുള്ള മൗണ്ട് എവറസ്റ്റിന്റെ ഒരല്പഭാഗം പോലും പുറത്തേക്ക് കാണാൻ പോലും സാധിക്കില്ല. ഇതിൽ നിന്നെല്ലാം ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയെപ്പോലും ഉൾക്കൊള്ളാനുള്ള അഗാധത ഇതിനുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാനാവും. കടലിന്റെ അടിത്തട്ടിന് താഴേക്ക് അഗാധമായ ഒരു ഗർത്തം സൃഷ്ടിക്കപ്പെട്ടതാണ് മറിയാന ട്രഞ്ചിന്റെ പിന്നിലെ കാരണം എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെയെങ്കിൽ പസഫിക് സമുദ്രത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്തായി മാത്രം ഇത്ര വലിയൊരു കിടങ്ങ് എങ്ങനെ രൂപപ്പെട്ടു എന്ന് നോക്കാം. നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ ഭൂമിയിൽ നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നത്. പർവ്വതങ്ങൾ, സമുദ്രങ്ങൾ, മരുഭൂമികൾ ഇവയെല്ലാം ഇത്തരം മാറ്റങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളവയുമാണ്. ഭൂമിയുടെ പാളികൾ അതിനെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഈ ടെക്ടോണിക് പ്ലേറ്റുകളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുമുണ്ട്. ഇത്തരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സബ്ഡക്ഷൻ. 2 ഭൗമപാളികൾ അവ തമ്മിൽ കൂട്ടിയിടിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് മറ്റൊന്നിന് താഴേക്കായി, അതായത് ഭൂമിയുടെ ആവരണത്തിലേക്ക് താഴ്ന്നു പോകുന്ന പ്രക്രിയയാണ് ഇത്. ഭാരമുള്ളതും സാന്ദ്രത ഏറിയതുമായ പാളിയാണ് അടിയിലേക്ക് പോകുക. ഇത്തരത്തിൽ 17 കോടി വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സബ്ഡക്ഷൻ അതിന്റെ ഫലമായാണ് പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിനും താഴെയായി മറിയാന ട്രഞ്ച് എന്ന ഗർത്തം സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമായിട്ടുള്ളത്. പസഫിക് പ്ലേറ്റും ഫിലിപ്പീൻ പ്ലേറ്റും ചേരുന്ന ഭാഗത്തായാണ് ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ഏതാണ്ട് ചന്ദ്രകലയുടേതിന് സമാനമായ ഒരു ആകൃതിയാണ് ഈ ട്രെഞ്ചിൻ്റേത്. സമുദ്രനിരപ്പിൽ നിന്നും 11 കിലോമീറ്ററാണ് മറിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞുവല്ലോ. പക്ഷെ നമ്മൾ കരപ്രദേശത്ത് പതിവായി അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷ മർദ്ദമോ സാഹചര്യങ്ങളോ ഒന്നും തന്നെയല്ല സമുദ്രത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ശരീരത്തിന് നേരിടേണ്ടതായി വരിക. കരയിലെ അന്തരീക്ഷ വായുവിലൂടെ സഞ്ചരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദത്തിന്റെ 1000 മടങ്ങിലും അധികം മർദ്ദത്തെയാണ് നമ്മുടെ ശരീരത്തിന് കടലിൽ അതിജീവിക്കേണ്ടതായി വരിക. കരയിലെ അന്തരീക്ഷ മർദ്ദം സാധാരണഗതിയിൽ നമുക്ക് സ്വാഭാവികമായിട്ടാണല്ലോ അനുഭവപ്പെടുക. പക്ഷെ സമുദ്രത്തിൽ അതല്ല സ്ഥിതി. ജലത്തിന്റെ വന്യമായ കുത്തൊഴുക്കാണ് അവിടെ ഉള്ളത്. പ്രാണവായുവിന്റെ അഭാവം, കൊടും തണുപ്പ് എന്നിവയും കടുത്ത പ്രതിസന്ധി തീർക്കുന്ന ഘടകങ്ങളാണ്. മറിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലെത്തപ്പെടുന്ന ഒരു മനുഷ്യനെ അനുഭവിക്കേണ്ടി വരുന്ന സമ്മർദ്ദം എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് ചെറിയൊരു ഉദാഹരണത്തിലൂടെ തന്നെ മനസ്സിലാക്കാനുമാവും. 100 ആനകളെ നമ്മുടെ തലയിലേക്ക് കയറ്റി വെച്ചാൽ എന്താവും നമ്മുടെ അവസ്ഥ? നമ്മുടെ അസ്ഥികളെല്ലാം നിമിഷ നേരം കൊണ്ട് തന്നെ തകർന്നു തരിപ്പണമാവും. അങ്ങനെയെങ്കിൽ ഈ കടലാഴത്തിലേക്ക് മനുഷ്യർക്ക് എങ്ങനെയാവും എത്തപ്പെടാനാവുക? സബ്മെർസിബിളുകൾ ഉപയോഗിച്ച് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണിത്. സമുദ്രം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് സങ്കീർണമായുള്ള വന്യമായ ഒരിടമാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്നു. മറിയാന ട്രെഞ്ചിന്റെ ഏറ്റവും ആഴത്തിലുള്ള പ്രദേശമാണ് ചലഞ്ചർ ഡീപ്പ്. സമുദ്രനിരപ്പിൽ നിന്നും 36,070 അടി താഴ്ചയിലായാണ് ഇവിടം നിലകൊള്ളുന്നത്. ഏതാണ്ട് 11 കിലോമീറ്ററിന് സമാനമായ ഒരു ദൂരപരിധിയാണിത്. ഈ ഗർത്തത്തിന്റെ നീളം 2550 കിലോമീറ്ററും വീതി 69 കിലോമീറ്ററുമാണ്.
സമുദ്രത്തെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യവും കുറയുന്നു എന്നതാണ് അവസ്ഥ. ഏകദേശം 1 കിലോമീറ്റർ വരെ സൂര്യപ്രകാശം കടന്നു ചെല്ലുന്നു എന്നാണ് കരുതപ്പെടുന്നത്. അതിനപ്പുറത്തേക്ക് പോകുന്ന ഓരോ ഘട്ടങ്ങളും ഇരുട്ട്, മർദ്ദം, തണുപ്പ് എന്നിവ കൂടിക്കൊണ്ടേയിരിക്കും. മനുഷ്യരുടെ ശ്വാസകോശത്തെ തകർക്കുന്ന തരത്തിലുള്ള മർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലമാണ് കടലാഴങ്ങൾ. ഇതിൽ നിന്നും മരിയാന ട്രെഞ്ച് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം റിസ്ക്കുള്ള കടലാഴമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുമാവും. വിദഗ്ധരായ മുങ്ങൽ വിദഗ്ധർക്ക് പോലും ഒരു പരിധി കഴിഞ്ഞാൽ സമുദ്രത്തിന് ആഴങ്ങളിലേക്ക് സഞ്ചരിക്കാൻ സാധ്യവുമല്ല. സബ്മറൈനുകൾക്ക് കടന്നു ചെല്ലാവുന്ന ദൂരത്തിന് പരിധികളുണ്ട്. 6500 അടി വരെ മാത്രമാണ് ഇവയ്ക്ക് എത്തപ്പെടാനാവുന്ന ദൂരപരിധി. സമുദ്രനിരപ്പിൽ നിന്നും 32 അടി ദൂരം സഞ്ചരിക്കുന്നതോടെ ജലത്തിന്റെ മർദ്ദം ഇരട്ടിയാവുന്നു. അതായത് നമ്മുടെ ശരീരം കൂടുതൽ ഞെരുങ്ങലിന് വിധേയമാകുന്ന ഒരവസ്ഥ. നമ്മുടെ ശരീരത്തിലെ എയർ വോളിയം അതിനെ സമുദ്രമർദ്ദം കംപ്രസ് ചെയ്യുന്നു. വിദഗ്ധ പരിശീലനം ലഭിച്ച ആളുകൾക്ക് മാത്രമാണ് ഈ അവസ്ഥയെ അതിജീവിക്കാനായി സാധിക്കുക. വെറും 32 അടി താഴ്ചയിലാണ് ഈ പ്രതിസന്ധികൾ കാത്തിരിക്കുന്നത് എന്നുള്ളപ്പോൾ 36,000-ലധികം അടി താഴ്ച വരുന്ന മരിയാന ട്രെഞ്ചിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് സങ്കല്പിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ല. സമുദ്രത്തിന്റെ 65 അടി താഴ്ചയിൽ എത്തുന്നതോടെ സീൻ മൊത്തത്തിൽ മാറുകയാണ്. ആഴം കൂടുന്നതിനനുസരിച്ച് സമുദ്രത്തിലെത്തപ്പെടുന്ന ഏത് ജീവിയും കൂടുതൽ മർദ്ദത്തെ നേരിടേണ്ടതായി വരുന്നു. ആഴക്കടൽ ഡൈവിങ്ങിൽ വൈദഗ്ധ്യം ഇല്ലാത്ത ഒരു മനുഷ്യനാണ് ഇവിടേക്ക് എത്തപ്പെടുന്നത് എങ്കിൽ വലിയൊരു ദുരന്തമാണ് സംഭവിക്കുക. കടുത്ത ചെവിവേദന അനുഭവപ്പെടും. ശ്വാസകോശം ചുരുങ്ങി ക്രമേണ ലങ്സിലെ എയർ സാക്ക് തകർന്ന് രക്തത്തിലേക്ക് കുമിളകൾ വരികയും അതിനെ തുടർന്ന് സ്ട്രോക്ക് സംഭവിക്കുകയും ചെയ്യും. സ്കൂബ വിദഗ്ധർക്കും എത്തിച്ചേരാനാവുന്ന ദൂരപരിധി എന്ന് പറയുന്നത് 130 അടി വരെയാണ്. 100 അടി പിന്നിടുന്നതോടെ പ്രഷർ 3 ഇരട്ടി ആകുന്നു. നൈട്രജൻ നാർക്കോസിസ് എന്ന ഒരു അവസ്ഥയുണ്ട്. ഇതാണ് ഈ ഘട്ടത്തിൽ മനുഷ്യരിൽ സംഭവിക്കുക. മനുഷ്യ ശരീരത്തിലെ വായുവിൽ 78% നൈട്രജനും 21% ഓക്സിജനുമാണ് എന്നിരിക്കെ നൈട്രജൻ വിഷ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയാണ് സംഭവിക്കുക. ജലത്തിൻ്റെ കഠിനമായ സമ്മർദ്ദം അതാണ് നൈട്രജൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം. നമ്മുടെ ശ്വസനത്തിന് ആവശ്യമായ വാതകങ്ങളും ശരീരത്തിന് നിലനിൽപ്പിനാവശ്യമായ ജലവും സമുദ്രത്തിൻ്റെ പ്രഷറിനെ നേരിടുമ്പോൾ വേറൊരു അവസ്ഥയെ പ്രാപിക്കുന്നു. തലകറക്കം, ശാരീരിക അസ്വസ്ഥ്യം, ഹാലൂസിനേഷൻ, മായക്കാഴ്ചകൾ എല്ലാം മാറി മാറി അനുഭവപ്പെടുന്നു. ഓക്സിജൻ കൂടുതലായി അടങ്ങിയിട്ടുള്ളതും നൈട്രജൻ കുറവുള്ളതുമായ ഗ്യാസ് മിക്സ്ചർ സിലിണ്ടറുകൾ ഉപയോഗിച്ചാണ് ഈ അവസ്ഥയെ നേരിടുന്നത്. നമ്മുടെ പ്രാണവായു പോലും നമ്മളിൽ വിഷത്തെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരവസ്ഥയെപ്പറ്റി ചിന്തിക്കാനാവുമോ? കടലാഴങ്ങളിൽ ഇതാണ് സംഭവിക്കുക. സമുദ്രത്തിലെ മർദ്ദം വർദ്ധിക്കുന്നതിനനുസരിച്ച് ഓക്സിജനും ടോക്സിക് ആവും. ഡൈവിംഗ് ഗ്യാസ് മിക്സ്ചറിലെ ഹീലിയം ഉപയോഗം ഇത്തരത്തിലൊരു അവസ്ഥയെ മറികടക്കാൻ വേണ്ടിയുള്ളതാണ്. അടുത്ത ജലമർദ്ദത്തിൽ മനുഷ്യ ശരീരത്തിലെ വാതകങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നു. ശരീരകോശങ്ങളിലേക്ക് വാതകങ്ങൾ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നതോടെ ശരീരമർദ്ദം കൂടുന്നു. സാധാരണ അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ ഇവയുടെ സ്വാഭാവികമായ വിനിമയമാണ് നടക്കുക. പക്ഷേ ഈ കടുത്ത സമ്മർദ്ദത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വളരെ കൂടുതൽ സമയം വേണ്ടതായി വരുന്നു. ആഴക്കടൽ ഡൈവിങ്ങിന് ശേഷം ഒരിടവേളയ്ക്ക് ശേഷം മാത്രമാണ് ആളുകൾ കരയിലേക്ക് തിരിച്ചു കയറുന്നത്. കരയിലെയും കടലിലെയും അന്തരീക്ഷ മർദ്ദത്തിൽ വലിയ വ്യത്യാസം ഉള്ളതിനാൽ ഈ വാതകങ്ങൾ കുമിളകളായി മാറി രക്തധമനികളെ നശിപ്പിക്കും എന്നതിലാണ് ഇത്തരത്തിലൊരു മുൻകരുതൽ എടുക്കുന്നത്. വാതകങ്ങളുടെ ദോഷകരമായ പ്രവർത്തനത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് മാസങ്ങളോളം ഡീകംപ്രഷൻ ചേംബറുകളിൽ ഇരുന്നതിന് ശേഷം മാത്രം അവർ കരയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായി പറയുകയാണെങ്കിൽ സാധാരണ മർദ്ദത്തിലോ അന്തരീക്ഷ മർദ്ദത്തിലോ ജലതന്മാത്രകൾ ഒരു ടെട്രാഹെഡ്രോൺ പോലുള്ള ശൃംഖലയാണ് ഉണ്ടാക്കുന്നത്. ഉയർന്ന മർദ്ദം നേരിടേണ്ടി വരുമ്പോൾ ഇതേ ജലതന്മാത്രകളുടെ ശൃംഖല വികലമാകാനും അതിൻ്റെ രൂപം മാറാനും തുടങ്ങുന്നു. ജീവകോശങ്ങൾക്കിടയിലെ ജലത്തിന് ഇത്തരമൊരു മാറ്റം സംഭവിക്കുന്നതോടെ സുപ്രധാനമായ ജൈവ രാസപ്രക്രിയകൾക്ക് തടസ്സം സംഭവിക്കുകയും ജീവികളെ മരണത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആഴക്കടലിലെ സമുദ്രജീവികൾ എങ്ങനെയാവും ജലത്തിൻ്റെ ഉയർന്ന ബാഹ്യമർദ്ദത്തിൽ നിന്നും സ്വന്തം ശരീരത്തെ രക്ഷിക്കുന്നതെന്ന് നമുക്ക് നോക്കാം.
കോശങ്ങളിൽ കാണപ്പെടുന്ന ഒരു തന്മാത്രയാണ് ആഴക്കടൽ സമുദ്രജീവികളിൽ കടുത്ത മർദ്ദത്തിൽ നിന്നും സംരക്ഷണ വലയം തീർക്കുന്നത്. ട്രൈമെത്തിലാമൈൻ ഓക്സൈഡ് എന്നാണ് സവിശേഷമായ ഈ തന്മാത്രയുടെ പേര്. ആവാസ വ്യവസ്ഥയുടെ ആഴത്തിനനുസരിച്ച് സമുദ്രജീവികളിലെ ഈ സംരക്ഷണ തന്മാത്രയുടെ അളവിലും വർധനവ് ഉണ്ടാവുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനാവും, എത്രത്തോളം രസകരവും കരുതലുമുള്ളതുമാണ് നമ്മുടെ പ്രകൃതിയുടെ രീതികൾ എന്നുള്ളത്. സൂര്യപ്രകാശം ഒരു പരിധി കഴിഞ്ഞാൽ കടലാഴങ്ങളിലേക്ക് എത്തപ്പെടുന്നതുമില്ല. ജലം അതിനെ ആഗിരണം ചെയ്യുന്നു. ആഴം കൂടുന്നതിനനുസരിച്ച് സമുദ്രത്തിൽ വെല്ലുവിളികളും കഠിനമാകുന്നു. ഇതെല്ലാം അതിജീവിച്ച് വേണം പസഫിക് സമുദ്രത്തിന്റെ 19,700 അടി ആഴത്തിലായി സ്ഥിതി ചെയ്യുന്ന സാഹസിക യാത്രികരുടെ സ്വപ്നഭൂമിയായ മറിയാന ട്രെഞ്ചിന്റെ ആരംഭ സ്ഥലത്തിലേക്ക് എത്താൻ. കാർബൺ ഡൈ ഓക്സൈഡും സൾഫറിന്റെ കുമിളകൾ പുറത്തുവിടുന്ന വിടവുകൾ, ചെളി പുറന്തള്ളുന്ന പർവ്വതങ്ങൾ, ഇത്തരത്തിൽ വിചിത്രങ്ങളായ നിരവധി കാഴ്ചകളുടെ ഒരു അത്ഭുത ലോകം തന്നെയാണ് കാഴ്ചക്കാർക്കായി മറിയാന ട്രെഞ്ച് തുറന്നിട്ടിരിക്കുന്നത്. കഠിനമേറിയ യാത്രാഘട്ടങ്ങളെല്ലാം ഈ അത്ഭുത ലോകത്തിന്റെ വൈവിധ്യത്തിനു മുന്നിൽ ചെറുതായി പോകുന്ന ഒരവസ്ഥയും കാണാനാവും. മറിയാന ട്രെഞ്ചിനെ കാണണമെങ്കിൽ കുറച്ചധികം പരിശ്രമിച്ചാലും അധികമാകില്ല എന്ന് സാഹസിക യാത്രികരും കരുതിപ്പോരുന്നു. അമ്ലത നിറഞ്ഞ തണുത്തുറഞ്ഞ ജലം, കൂരിരുട്ട്, ഭക്ഷണ ലഭ്യതക്കുറവ്, അപകടകരമായ സമ്മർദ്ദം ഇതെല്ലാം മുൻനിർത്തി ഇവിടെ ജീവനില്ലാത്ത ഇടമാണെന്നാണ് നേരത്തെ ശാസ്ത്രലോകവും കരുതിയിരുന്നത്. പക്ഷെ അത്തരം ധാരണകളെല്ലാം തെറ്റായിരുന്നുവെന്ന് പിന്നീട് ശാസ്ത്രലോകം കണ്ടെത്തി. ഇവിടെ സൂക്ഷ്മജീവികൾ മുതൽ വലിയ ജീവികൾ വരെ വസിക്കുന്നതായും കണ്ടെത്തി. വളരെ കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും മറിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിൽ മോണോതലാമിയ പോലുള്ള ഏകാണുകോശ ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ആഴത്തിലായി ജീവിക്കുന്ന മീൻ സ്നെയിൽ ഫിഷ് ഇവിടെയാണ് ഉള്ളത്. സുതാര്യമായ ശരീരമാണ് ഇതിന്റെ പ്രത്യേകത. ഹീറോണ്ടൽ ജിഗാസ് ആംബിഫോർഡ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ജീവികൾ സ്വന്തം ശരീരത്തിലെ അലൂമിനിയം ഷീൽഡ് ഉപയോഗിച്ചാണ് സമുദ്രമർദ്ദത്തെ അതിജീവിക്കുന്നത്. അവശിഷ്ടങ്ങളിൽ നിന്നുമാണ് ഇവ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് ഉൽപ്പാദിപ്പിക്കുന്നത്. തുടർന്ന് ഇതിന്റെ ദഹന പ്രക്രിയയിലെ ഉൽപ്പന്നത്തിന്റെ സഹായത്തോടെ ഈ അലൂമിനിയം ഹൈഡ്രോക്സൈഡിനെ ജെല്ലാക്കുന്നു. ഈ ജെൽ ഉപയോഗിച്ച് ഇവ തങ്ങളുടെ ശരീരത്തിന്റെ പുറംതോടിനെ പൊതിഞ്ഞു പിടിക്കുകയും സമുദ്രമർദ്ദത്തെ അതിജീവിക്കുകയും ചെയ്യുന്നു. ഈ ഗർത്തത്തിന്റെ അടിത്തട്ടിൽ 10 സെന്റിമീറ്റർ വലിപ്പമുള്ള ഭീമൻ അമീബയെയും കണ്ടെത്തിയിട്ടുണ്ട്. ആഴക്കടൽ തിമിംഗലങ്ങൾ, ഫ്രിൽഡ് ഷാർക്ക്, ഗ്ലോബിൻ ഷാർക്ക്, പസഫിക് സ്ലീപ്പർ ഷാർക്ക്, ജീവികളിൽ ഏറ്റവും വലിയ പല്ലുള്ള സ്രാവ്, ഭീമൻ നീരാളി എല്ലാം ഈ ട്രെഞ്ചിലെ ജൈവ വൈവിധ്യങ്ങളാകുന്നു. വലിയ ചിലന്തി, സീനോഫയോഫോറുകൾ, ആംഫിപോഡുകൾ, ചെറിയ കടൽവെള്ളരികൾ എന്നിവയാണ് ഇതിൻ്റെ അടിത്തട്ടിലുള്ളത്. സൂര്യപ്രകാശത്തിൻ്റെ അസാന്നിധ്യത്തിലും കോമോസിന്തസിസ് പ്രക്രിയയിലൂടെയാണ് ഈ അഗാധ ഗർത്തത്തിന് താഴെത്തട്ടിലായി ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ ഭക്ഷണം കണ്ടെത്തുന്നത്. മനുഷ്യർക്ക് സമുദ്രത്തിലെ ഈ ആഴത്തെപ്പറ്റി 19-ാം നൂറ്റാണ്ട് വരെ യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. 1872 ആരംഭിച്ച് 4 വർഷം നീണ്ടുനിന്ന ബ്രിട്ടീഷ് റോയൽ നേവി കപ്പൽ HMS ചലഞ്ചറിന്റെ പര്യവേഷണ യാത്ര അതാണ് ഈ ട്രെഞ്ചിനെ പറ്റിയുള്ള കണ്ടെത്തലുകൾക്ക് കാരണമായത്. സമുദ്രങ്ങളുടെ അടിത്തട്ടിന്റെ വിവരങ്ങളും മാപ്പും തയ്യാറാക്കാനായി നടത്തിയ യാത്രയായിരുന്നു അത്. പിന്നീട് 75 വർഷങ്ങൾ കടന്നുപോയി. 1951 റോയൽ നേവിയുടെ HMS ചലഞ്ചർ 2 വീണ്ടും വിശദ പഠനത്തിനെത്തി. സോണാർ സംവിധാനം ഉപയോഗിച്ച് 36,760 അടി വരെ ഇതിന്റെ ആഴം അളന്നെടുത്തു. ആ കപ്പലിന്റെ ഓർമ്മയ്ക്കായാണ് ഡീപ് ചലഞ്ചർ എന്ന പേര് ഈ ട്രെഞ്ചിന്റെ ആഴമേറിയ ഭാഗത്തിന് നൽകിയിരിക്കുന്നത്. 1960 കാലഘട്ടം വരെ ഡീപ് ചലഞ്ചറിൽ ജൈവവ്യവസ്ഥ സാധ്യമല്ല എന്നാണ് കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് ജൈവ വൈവിധ്യം ആവോളമുള്ളതും ഭൂമിയുടെ രസതന്ത്രത്തെയും കാലാവസ്ഥയും വരെ നിയന്ത്രിക്കാൻ നിർണായക പങ്കുവഹിക്കുന്നതുമായ ഒരിടമാണ് ഇവിടമെന്ന് പിന്നീട് കണ്ടെത്തപ്പെട്ടു. ഭൂമിയിലെ ഏറ്റവും അഗാധമായി കരുതിപ്പോരുന്ന ഡീപ് ചലഞ്ചർ അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തപ്പെടുക എന്നത് അതീവ ദുഷ്കരമായ ഒരു ദൗത്യം തന്നെയാണ്. അപ്പോൾ പോലും ഭൂമിയിലെ ഏറ്റവും അഗാധമായി കരുതിപ്പോരുന്നിരുന്ന ഡീപ് ചലഞ്ചർ അതിൻ്റെ അടിത്തട്ടിലേക്ക് എത്തപ്പെടുക എന്നത് അതീവ ദുഷ്കരമായ ഒരു ദൗത്യമായാണ് ശാസ്ത്രലോകം കരുതി വന്നിരുന്നത്. ചുരുക്കം ചില മനുഷ്യർക്കു മാത്രമാണ് ഇത് സാധിച്ചിട്ടുള്ളതും. 1953 സ്വിസ് ഗവേഷകനായ അഗസ്തസ് പിക്കാർ
വലിയൊരു ദൗത്യത്തെ ഏറ്റെടുക്കുകയായിരുന്നു. സമുദ്രാന്തർമർദ്ദം അതിജീവിക്കാനുള്ള ഒരു വാഹനം നിർമ്മിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. നീണ്ട 7 വർഷങ്ങളുടെ പരിശ്രമം ഒടുവിൽ 50 അടി നീളത്തിൽ ഉരുക്കുപാളി കൊണ്ട് നിർമ്മിച്ച ടിസ്റ്റ എന്ന വാഹനം തയ്യാറായി. തുടർന്ന് 3.5 വർഷത്തെ പരീക്ഷണങ്ങൾ സമുദ്രത്തിന്റെ 56,000 അടി വരെ എത്തി പരീക്ഷണം നടത്തി. അടുത്തതായി യഥാർത്ഥ ദൗത്യത്തിലേക്കുള്ള ചുവടുവയ്പായിരുന്നു. അമേരിക്കൻ നേവിയിൽ ലഫ്റ്റനന്റ് ആയിരുന്ന ഡോൺ വാൽഷ്, അഗസ്റ്റസ് പിക്കാറിന്റെ മകൻ ജാക്സ് പിക്കാർ എന്നിവർ 1960 ജനുവരിയിൽ ഡീപ് ചലഞ്ചറിന്റെ അടിത്തട്ടിലേക്ക് യാത്ര ആരംഭിച്ചു. അപ്രതീക്ഷിതമായ യാത്രയ്ക്കിടയിൽ ഒരു അപകടം സംഭവിച്ചു. സമുദ്രമർദ്ദത്തിൽ നിന്നും ടിസ്റ്റയ്ക്ക് സംരക്ഷണം നൽകി വന്നിരുന്ന ഗ്ലാസ് നിർമ്മിത ഇരട്ട കവചങ്ങളിലൊന്ന് തകർന്നു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് 4 മണിക്കൂറിലധികം സഞ്ചരിച്ച് അവർ ചലഞ്ചർ ഡീപ്പിലെത്തി. ചെളി കാഴ്ചയെ മറയ്ക്കുന്നതിന് മുന്നേ ഒരു അത്ഭുതം അവരുടെ കണ്ണുകളിലേക്കെത്തി. ഒരു ഓവർ മത്സ്യം. പക്ഷെ അതിന് ചിത്രങ്ങളൊന്നും എടുക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. വെറും 20 മിനിറ്റ് മാത്രമാണ് അവർ ആ കടലാഴത്തിൽ ചിലവഴിച്ചത്. 20 മിനിറ്റ് നീണ്ടുനിന്ന ആ ഡീപ്പ് ഡൈവിന് ശേഷം മടങ്ങിയ അവർ കണ്ട ആ കാഴ്ച, ആ ഓവർ മത്സ്യത്തിൻ്റെ കാഴ്ച അവർ പുറം ലോകത്തെ അറിയിച്ചെങ്കിലും ആരും അവരെ വിശ്വസിച്ചതുമില്ല. പക്ഷെ ആ വാദം സത്യമാണെന്ന് പിന്നീട് ലോകം ശരിവെച്ചു. അന്നത്തെ ആ യാത്ര, ലോകത്തിലെ ഏറ്റവും ആഴത്തിലുള്ള ആ ഡൈവ്, അതൊരു ചരിത്ര മുഹൂർത്തമായി മാറുകയും ചെയ്തു. മറിയാന ട്രെഞ്ച് എന്ന ഈ അത്ഭുത ലോകത്തിലെത്തിയ 3ാമത്തെ മനുഷ്യൻ വിഖ്യാത സംവിധായകൻ ജെയിംസ് കാമറൂൺ ആയിരുന്നു. ഡീപ് ചലഞ്ചിൽ ഒറ്റയ്ക്ക് യാത്ര നടത്തിയ ആളെന്ന റെക്കോർഡും അദ്ദേഹത്തിനുള്ളതാണ്. ഈ കടലാഴങ്ങളിൽ എത്തിയതിനു ശേഷം അദ്ദേഹം തൻ്റെ യാത്രയെപ്പറ്റി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഭൂമിയിലെ ഒരു സ്ഥലമാണിതെന്ന് വിശ്വസിക്കാനാവുന്നില്ല എന്നായിരുന്നു തൻ്റെ സ്വപ്നയാത്രയെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്. മറിയാന ട്രെഞ്ചിൻ്റെ അടിത്തട്ടിൽ കൂരിരുട്ടും തണുത്തു വിറയ്ക്കുന്ന ഒരവസ്ഥയുമാണ് അനുഭവപ്പെടുക. 1 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയാണ് ഇവിടുത്തെ അന്തരീക്ഷ ഊഷ്മാവ്. ഭീമൻ അമീബകളെ ഇവിടുത്തെ ഡീപ് ചലഞ്ചറിൽ നിന്നും ഒരു പരിവേഷണ സംഘം കണ്ടെത്തുകയുണ്ടായി. പരിവേഷണത്തിനുള്ള ക്യാമറകളെയും ലൈറ്റുകളെയും അതികഠിനമായ ജലസമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിക്കാനായി ആ ദൗത്യസംഘം 1 ഇഞ്ച് കട്ടിയുള്ളതും 17 ഇഞ്ച് വ്യാസമുള്ളതുമായ ഗോളാകൃതിയിലുള്ള ഒരു ഗ്ലാസ് കവചത്തെയാണ് ഉപയോഗിച്ചത്. ടൺ കണക്കിന് ഭാരത്തിന് തുല്യമായ മർദ്ദമാണ് ഈ ഗ്ലാസ് കവചത്തിന് മുകളിലായി അനുഭവപ്പെട്ടത്. ജലത്തിന്റെ ഇത്ര വലിയ ഒരു ഭാരത്തെയാണ് ഈ അമീബകൾ താങ്ങുന്നത് എന്നതാണ് അമ്പരപ്പിക്കുന്ന ഒരു വസ്തുത. മനുഷ്യന്റെ ബോധ്യങ്ങൾക്കപ്പുറത്തുള്ളതാണ് പ്രകൃതിയുടെ ഓരോ ഇടപെടലുകളും. നിയമപരമായി ഈ പ്രദേശത്തിന്റെ അവകാശം US-നുള്ളതാണ്. ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ ഈ സമുദ്രഗർത്തത്തിന് പോലും മനുഷ്യനിർമ്മിത മലിനീകരണത്തിൽ നിന്നും മാറി നിൽക്കാൻ ആവുന്നില്ല എന്നതും നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ കിടങ്ങിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള ജലജീവികളുടെ ശരീരത്തിൽ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണത്തിൽ നിന്നുള്ള കാർബൺ-14 കണ്ടെത്തിയതായുള്ള ഒരു റിപ്പോർട്ട് സയന്റിഫിക് അമേരിക്ക പുറത്തുവിട്ടിരുന്നു. മറ്റു സമുദ്ര കിടങ്ങുകളെ പോലെ തന്നെ മറിയാന കിടങ്ങിനെയും ആണവ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഒരു സ്ഥലമായി കണക്കാക്കി വരുന്നു. 1919 വിക്ടർ വെസ്കോവോ എന്ന ഗവേഷകൻ ഈ കിടങ്ങിന്റെ അടിത്തട്ടിൽ ഒരു പ്ലാസ്റ്റിക് ബാഗും മിഠായി റാപ്പറും കണ്ടെത്തിയതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയുടെ ഗൂഢഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലാനായി മനുഷ്യർക്കൊരു തിടുക്കമുണ്ട്. കടന്നു കയറ്റങ്ങളെയെല്ലാം അതിസമർത്ഥമായി പ്രതിരോധിക്കാൻ പ്രകൃതിയും മുൻകരുതലുകൾ എടുക്കുന്നു. പ്രകൃതിയുടെ നിയമങ്ങളെ തെറ്റിക്കാതെ അതീവ ശ്രദ്ധയോടെ പൊതുനന്മയെ കരുതി നടത്തുന്ന ഇടപെടലുകൾക്കപ്പുറത്തേക്കുള്ള എല്ലാം തന്നെ തടയപ്പെടേണ്ടത് തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല.